ഇതുപോലെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷനിലും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ FM സ്കെച്ച് ഗവൺമെൻറ് FM സ്കെച്ചിൻ്റെ ഷേപ്പും അത് ഏത് ഭാഗത്താണ് വരുന്നതെന്നും എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ആ ചുവന്ന നിറത്തിൽ കാണുന്നത് നമ്മുടെ ലൊക്കേഷനാണ്. ആ പിങ്ക് നിറത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ മജന്ത നിറത്തിൽ കാണപ്പെടുന്നത് ഗവൺമെൻറ് FM സ്കെച്ചാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള FM സ്കെച്ച് ഏതാണെന്നും അത് എത്ര നമ്പറാണ് സർവേ നമ്പർ എന്നുള്ളതെന്നും മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി SW മാപ്സ് എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തത് SW മാപ്പ് GIS ആൻഡ് ഡാറ്റ കളക്ടർ എന്ന് പറയുന്ന ആ ആപ്പ് സെലക്ട് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക. 6.40 MB ഉള്ളൂ, വളരെ ചെറിയൊരു ഫയലാണത്. എന്നിട്ട് ശേഷം നമുക്കത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞത് ഓപ്പണായി വരട്ടെ. ഓപ്പൺ ചെയ്ത് നമുക്കത് നോക്കാം. വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് അലൗ കൊടുത്ത് വിടാം. അതിന് ശേഷം നമുക്ക് അവിടെ മുകളിൽ ഇടതുവശത്തായിട്ട് വട്ടത്തിലുള്ളൊരു ചിഹ്നമുണ്ട്. സെർച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലൊക്കേഷൻ സെർച്ച് ചെയ്യാനാണ്. അത് ക്ലിക്ക് ചെയ്താലും ആക്ച്വലി ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് നോക്കിയതിന് ശേഷം ആ പ്രദേശത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഇതാണ്ട് ചുവന്ന നിറത്തിൽ വന്നിട്ടുണ്ട്. ആ ലൊക്കേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ തൽക്കാലം FM സ്കെച്ചുകൾ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് FM സ്കെച്ചുകളുടെ ലെയർ ആഡ് ചെയ്യണം. അതിനകത്ത് തന്നെ കോണ്ടൂർ ലൈൻസൊക്കെ ഹൈ ഡിഫറൻസും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആപ്പിനകത്ത്. കോണ്ടൂർ ലൈൻസ് ഇപ്പോൾ കാണുന്നത് കോണ്ടൂർ ലൈൻസാണ്, കേർവ്ഡ് ലൈൻസ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഉയർച്ച താഴ്ച എന്താണെന്നുള്ളത് കാര്യം മനസ്സിലാക്കാം. അതുപോലെ നമുക്കിപ്പോൾ FM സ്കെച്ചിൻ്റെ ലെയർ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ പട്ടത്തിൻ്റെ ചിഹ്നമുണ്ട് നീല നിറത്തിലുള്ളത്, അതാണ് ലേയേഴ്സിൻ്റെ ഓപ്ഷൻ. അതിനകത്ത് മാപ്പ് ലേയേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ പ്ലസ് ഇതിൻ്റെ ചിഹ്നമുണ്ട്, പ്ലസ്. ആ കറുത്ത നിറത്തിലുള്ള പ്ലസ്സിനകത്ത് WMS എന്ന് പറയുന്ന ഓപ്ഷനകത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പോൾ FMB എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഒരു URL ഉണ്ട്, അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ശേഷം ലേയേഴ്സ് എന്ന് പറയുന്ന സെലക്ട് ലേയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വലിയൊരു ലിസ്റ്റ് ഇപ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വരും. ആ ലെയറിനകത്ത് കഡാസ്ട്രൽ ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിൽ കഡാസ്ട്രൽ ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനൊരു ലെയറിൻ്റെ ചിഹ്നം അവിടെ വരും. തൽക്കാലം ആ ലേയേഴ്സ് എന്ന് പറയുന്ന വിൻഡോ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സൂം ഔട്ടും സൂമിനൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന FM സ്കെച്ചുകൾ മാപ്പിനകത്ത് വന്നിട്ടുണ്ടാവും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കെച്ചുകൾ നമുക്ക് കിട്ടും. വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെയർ ഉപയോഗിച്ച് ഇപ്പോൾ ഒന്നെന്ന് പറയുന്ന FM സ്കെച്ചിൻ്റെ അതായത് സർവേ നമ്പറിൻ്റെ അകത്താണ് ആ പൊട്ട് അതായത് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ആ നമ്പർ നോക്കിയതിന് ശേഷം നമ്മുടെ സർവേ നമ്പർ അതായത് കരവടച്ച പേപ്പറിനകത്തുള്ള സർവേ നമ്പരും ഇതും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിലോട്ട് നമുക്കിനിയും അടുത്ത തവണ കാണാം. ഓക്കെ, താങ്ക് യു.